നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 108/2024. ഈ ചോദ്യപേപ്പറിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്സ് വുഡൻറ്റ് ബി എ പ്രോബ്ലം ഇൻ ദ ഫ്യൂച്ചർ. I thought he was very kind, but later I realized that he was giving me a left-handed compliment. What does the idiom a left-handed compliment mean? അപ്പോൾ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ റൈറ്റ് ഹാൻഡ്, ഇപ്പം ഷെയ്ക്ക് ഹാൻഡിനൊക്കെ റൈറ്റ് ഹാൻഡ് കൊടുക്കുക. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് ഒരു സൂചന പോലെ കണക്ട് ചെയ്ത് ഓർക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഒരല്പം ഇൻസൾട്ടിങ് ആയിട്ട്, അതായത് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളെ പ്രശംസിക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി അതൊരു കളിയാക്കൊണ്ടുള്ള സംസാരമായിരിക്കാം. ഡയറക്റ്റായിട്ട് മുഖത്ത് നോക്കി കളിയാക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഒരു പരിഹാസത്തിൻ്റേതായിരിക്കാം. അതാണ് ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗിവ് എ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ. പെട്ടെന്നുണ്ടാകുന്ന ഒരു തോൽവി, പരാജയം, അതിനെ സൂചിപ്പിക്കുന്നതാണ് ഡിബേക്കിൾ. DEBACLE. ഓപ്ഷൻ എ. നെക്സ്റ്റ് ഓപ്ഷൻസിൽ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നാശനഷ്ടം, അതായത് എന്തെങ്കിലും ഒരു ന്യൂക്ലിയർ വാർ അല്ലെങ്കിൽ ഒരു അണുവിസ്ഫോടനം, ഇതിനൊക്കെ ശേഷം വളരെയധികം ആളുകൾ മരണപ്പെടുക, അവിടെ മുഴുവൻ നാശം സംഭവിക്കുക. അല്ലെങ്കിൽ ഇപ്പം ജപ്പാനിൽ പണ്ട് അണുവിസ്ഫോടനം നാഗസാക്കിയിലും ഹിറോഷിമയിലും ഒക്കെ നടന്ന ശേഷം അവിടെ ഒരു സ്ഥലം, അവിടുത്തെ ആളുകൾക്കും എല്ലാം നാശം, മരണവും, എല്ലാ അർത്ഥത്തിലും സ്ഥലവും എല്ലാം നശിച്ചു പോയി. ഡിസ്ട്രക്ഷൻ ഹ്യൂജ് ആയിട്ടുണ്ടായി. അപ്പോൾ അതിനെ ഹോളോകോസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് മലാഡി എന്ന് പറഞ്ഞാൽ രോഗം, വിപത്ത്, അങ്ങനെയൊക്കെയുള്ളൊരു അർത്ഥമാണ് മലാഡി. നെമസിസ്, ശത്രുത, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൈവൽറി സൂക്ഷിക്കാൻ, നെമസിസ്. അപ്പോൾ എ സഡൻ കംപ്ലീറ്റ് ഫെയിലിയർ, ഡിബേക്കിൾ. നെക്സ്റ്റ് ഫൈൻഡ് ദ വേർഡ് വിച്ച് ഇസ് എ സിനോണിം ഓഫ് ക്ലീഷേ. ക്ലീഷേ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോടൈപ്പ്. സ്ഥിരം നമ്മൾ കേട്ട് വരുന്ന ചില ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ചില എടുത്ത് പറയുന്ന ചില കാര്യങ്ങളും ക്ലീഷേ ആയിട്ടുള്ള ചോദ്യം എന്നൊക്കെ പറയും. സ്റ്റീരിയോടൈപ്പ്. ചില ആക്ടേഴ്സൊക്കെ റെഗുലറായിട്ട് ഒരേ റോള് തന്നെ, ഒരേ കൈൻഡ് ഓഫ് റോള് തന്നെ ചെയ്തു വരുന്നത്. ഇപ്പോൾ കൊമേഡി ആണെങ്കിൽ ഒരേ ടൈപ്പ്, അങ്ങനെ ഒരു സ്റ്റീരിയോടൈപ്ഡായി മാറി എന്ന് പറയുന്ന കേൾക്കില്ല. സ്റ്റീരിയോടൈപ്ഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരേപോലെ ആവർത്തിച്ച് വരുന്നത് എന്ന് പറയാം. അതേ ഒരർത്ഥം തന്നെയാണ് ക്ലീഷേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: fill in the blanks with a suitable preposition. Negligence from the parents caused the children to look dash affection elsewhere. Look for. നമ്മുടെ ഫോർ എന്ന പ്രപ്പോസിഷനാണ് ആപ്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. അപ്പോൾ ലൈക്ക് ദ മൂൺ, അപ്പം ചന്ദ്രനെ പോലെ ഒന്നുമായിട്ട് ഉപമിക്കുന്നു. മലയാളത്തിൽ ഉപമ എന്ന് പറയുന്ന അതാണ് ഇവിടെ സിമിലി എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉപമ, സിമിലി, ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചന്ദ്രനുമായിട്ട് ഉപമിക്കുന്നു, മൂണുമായിട്ട് ഉപമിക്കുന്നു, അത് സിമിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഇസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. ഫസ്റ്റ് വൺ: ബിറ്റ്വീൻ യു ആൻഡ് മീ എവ്രിത്തിങ് ഈസ് എ മിസ്റ്ററി. അത് കറക്റ്റാണ്. ബിറ്റ്വീൻ യു, രണ്ട് പേർക്ക് വേണ്ടി പറയുമ്പോൾ മിക്കവാറും ബിറ്റ്വീൻ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ യു ആൻഡ് മീ എന്നാണ് ഉപയോഗിക്കുന്നത്. ബിറ്റ്വീൻ യു ആൻഡ് മീ. നെക്സ്റ്റ് നോക്കിയാൽ ബിറ്റ്വീൻ യു ആൻഡ് ഐ, അത് തെറ്റാണ്. ബിറ്റ്വീൻ ഐ ആൻഡ് യു, അതും തെറ്റാണ്. ബിറ്റ്വീൻ യു ആൻഡ് ഹി, അങ്ങനെ പറയില്ല. ബിറ്റ്വീൻ യു ആൻഡ് മീ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് fill in the blanks with an apt phrasal verb. Looking past in life, I still can't dash what went wrong. I still can't figure out. പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെയാണ് പിഴവ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ ഐ സ്റ്റിൽ കാൺട്ട് ഫിഗർ ഔട്ട് എന്ന ഫ്രേസൽ വെർബാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. Next, choose the correct spelling. They performed the last dash with
all due respect before the body was cremated. അവിടെ അന്ത്യകർമ്മങ്ങൾ എന്ന് വരുന്നത് ഇവിടെ ഓപ്ഷൻസിൽ നിന്നും RITES ആണ്. മറ്റതെല്ലാം പ്രൊനൗൺസിയേഷൻ സിമിലർ വരുമെങ്കിലും മീനിങ് മറ്റൊന്നാണ്. റൈറ്റ്സ് ACD പ്രൊനൗൺസിയേഷൻ സിമിലർ ആണെങ്കിലും ഇവിടുത്തെ അന്ത്യകർമ്മങ്ങൾ എന്ന് വരുന്നത് ഓപ്ഷൻ ബി RITES. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഇസ് ഇൻ ദ പാസീവ് വോയിസ്. പാസീവ് വോയിസ് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആ ഓർഡറിൽ പോകുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. ആ ഒബ്ജക്റ്റ് തിരിഞ്ഞ് സബ്ജക്റ്റായിട്ട് വരുന്നത് അതാണ് പാസീവ് വോയിസ്. അപ്പോൾ ഫസ്റ്റ് നോക്കിയാൽ ഹി ഹാസ് റിസർവ്ഡ് ഹിസ് സീറ്റ് ഓൺ ദ ബസ്. അപ്പോൾ സബ്ജക്റ്റ് ഹി ഹാസ് റിസർവ്ഡ് ഹിസ് സീറ്റ് ഓൺ ദ ബസ്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ദേ ഹാഡ് ഫിനിഷ്ഡ് ഓൺലി ഹാഫ് ദ വർക്ക്, അതും ആക്റ്റീവ് വോയിസ്. മറ്റേത് പാസീവിൽ വരുമ്പോൾ ഇപ്പോൾ ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അവിടെ ബി എന്ന് പറഞ്ഞാൽ BEB, അതിൻ്റെ പല ഫോംസ് ഉണ്ട്. അത് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ബിയുടെ പല ഫോംസ്. അപ്പോൾ അതിൻ്റെ കൂടെ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നെക്സ്റ്റ് നോക്കിയാൽ ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. അപ്പോൾ പ്ലീസ് ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി എന്നായിരിക്കും നമ്മൾ സാധാരണ പറയുന്നത്. പ്ലീസ് ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. അതിനെ അവിടെ നിന്ന് ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആവുന്നു. ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ്. അപ്പം ബി പ്ലസ് പാസിബിൾ, ഇവിടെ കറക്റ്റ് ബി തന്നെ വന്നിട്ടുണ്ട്, മറ്റ് ഫോംസ് അല്ല. ബി ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഇത് പാസീവ് വോയിസിലാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കിയാൽ ഐ ഷാൽ ഇൻഫോം ദം ഓഫ് ദിസ്. അപ്പോൾ അത് ആക്റ്റീവ്. ഇനി ഈ ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസിൽ ഹി ഹാസ് റിസർവ്ഡ് ഹിസ് സീറ്റ് ഓൺ ദ ബസ്. അപ്പോൾ ഹിസ് സീറ്റ് ഹാസ് ബീൻ റിസർവ്ഡ് ഓൺ ദ ബസ് എന്ന് പറഞ്ഞാൽ അത് പാസീവായി. അപ്പോൾ അവിടെ അയാൾ റിസർവ് ചെയ്തു എന്ന് സാധാരണ പറയുന്നത് അതൊരു ആക്റ്റീവ്. തിരിച്ച് സീറ്റ് അയാൾക്കായി റിസർവ് ചെയ്യപ്പെട്ടു എന്ന് പറയും. ഹിസ് സീറ്റ് ഹാസ് ബീൻ റിസർവ്ഡ് ഓൺ ദ ബസ്. അത് അങ്ങനെ പറഞ്ഞാലേ അത് പാസീവ് ആവുള്ളൂ. ഇനി ബി, ഓപ്ഷൻ ബി ആണെങ്കിലും ദേ ഹാഡ് ഫിനിഷ്ഡ് ഓൺലി ഹാഫ് ഓഫ് ദ വർക്ക്. ഓൺലി ഹാഫ് ഓഫ് ദ വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ ദം എന്ന് പറയുമ്പോഴാണ് അത് പാസീവ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഇത് ആക്റ്റീവ്, ദേ സബ്ജക്റ്റ് ആൻഡ് വെർബ് ആൻഡ് ബാക്കി ഒബ്ജക്റ്റ്. ദേ ഹാഡ് ഫിനിഷ്ഡ് ഓൺലി ഹാഫ് ഓഫ് ദ വർക്ക്. അതിനെ ഓൺലി ഹാഫ് ദ വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ ദം എന്ന് പറഞ്ഞാൽ അത് പാസീവ് ആയേനെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി നോക്കൂ, ലെറ്റ് ഹിം ബി ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, അതാണ് പാസീവ്. പ്ലീസ് ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി എന്ന് പറയുന്നത് ആക്റ്റീവ്. നമ്മൾ നോർമൽ സംസാരിക്കുമ്പോഴെല്ലാം ആക്റ്റീവ് വോയിസിലാണ് സംസാരിക്കാറുള്ളത്. വളരെ അല്ലാത്ത ഉള്ളൊരു കേസിലായിരിക്കും പാസീവ് വോയിസിൽ പറയുന്നത്. ഇനി ഐ ഷാൽ ഇൻഫോം ദം ഓഫ് ദിസ്, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ദേ ഷാൽ ബി ഇൻഫോംഡ് ഓഫ് ദിസ് ബൈ മീ. ബൈ എന്നുള്ളത് ചില സമയത്ത് അപ്രസക്തമാണ്. ദേ ഷാൽ ബി ഇൻഫോംഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ അത് പാസീവ് ആയേനെ. അപ്പോൾ ഈ തന്നേക്കുന്ന സെൻറ്റൻസുകളിൽ ഓപ്ഷൻ സി മാത്രമാണ് പാസീവ് വോയിസ് ഫോമിൽ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഹി ചോസ് എ ബുക്ക്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവാണ്, ചോസ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് വരണം. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ അവിടുത്തെ ഹെൽപ്പിംഗ് വെർബായിട്ട് വരുന്നത് ഡിഡ് ആണ്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഹെൽപ്പിംഗ് വെർബ് ഡിഡ് എടുക്കുന്നു, നെഗറ്റീവ് ആക്കുക. ഡിൻറ്റ് ഹി, ഓപ്ഷൻ സി ഡിൻറ്റ് ഹി. എപ്പോഴും അതിലെ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്. ഇനി ടെൻസ് നോക്കുക. ടെൻസ് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡ് എടുക്കുന്നു, ഡിൻറ്റ് ഹി, ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ്. റിമൈനിങ് 10 ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്